ഇന്ന് ഭയങ്കര ഹാപ്പിയാണ്. വേറൊന്നുമല്ല, എൻ്റെ വീട്ടിലോട്ട് ഇന്ന് പുതിയൊരാളൂടെ വന്ന്. അന്നേരം ഞാൻ മാത്രം ആളെ ഇതുവരെയും കണ്ടില്ല. കാരണം ഞാനിപ്പോൾ സെൻറ് തോമസ് സ്കൂളിൽ നിന്ന് കരാട്ടെ ക്ലാസ്സും കഴിഞ്ഞ് വരുന്ന വഴിയാണ്. ഓൾറെഡി ആള് നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. പെങ്ങൾക്ക് ഇന്ന് വയ്യാഞ്ഞുകൊണ്ട് പെങ്ങൾക്ക് വരാൻ പറ്റില്ല, ഞാൻ മാത്രമാണ് പോയത്. അതുകൊണ്ട് പെങ്ങള് ആളെ കണ്ടു, ഞാൻ ഇതുവരെയും കണ്ടില്ല. വീട്ടിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. ആള് നല്ല ക്യൂട്ടാണ്, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട് ഞാൻ മേടിച്ചതാണ്. ഇതുവരെയും ഞാൻ ആളെ നേരിട്ട് കണ്ടില്ല, വീഡിയോയിൽ കണ്ടതേ ഉള്ളൂ. ഞാൻ ആരോടും പറഞ്ഞതുമില്ല. അപ്പം സംഭവം ഞാൻ ഭയങ്കര ത്രില്ലിലാണ് ആളെ കാണാനുള്ള. ഇതുവരെ കണ്ടിട്ടില്ല. ഇനിയിപ്പോൾ വീട്ടിലോട്ട് പെട്ടെന്ന് പോവുക, കുഞ്ഞിനെ കാണുക എന്നുള്ളതേ ഉള്ളൂ. അപ്പം അമ്മയോട് പോലും ഇതുവരെ പറഞ്ഞിട്ടില്ല. അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളെയാണ് ഞാൻ ഇന്ന് മേടിച്ചേക്കുന്നത്. അന്നേരം ആളെ എൻ്റെ കയ്യിൽ എത്തിയിട്ടുണ്ട്. ഞാൻ ഇതുവരെ നേരിട്ട് കണ്ടില്ല, കാണാൻ വേണ്ടിയിട്ട് വീട്ടിലോട്ട് പോവുകയാണ്. വീട്ടിൽ ചെന്നിട്ട് വേണം അമ്മയെല്ലാം ഇനി കാണിക്കാൻ. ഞാൻ ഭയങ്കര ത്രില്ലിലാണ്, എനിക്ക് സന്തോഷം അടക്കാൻ വയ്യ. കാരണം ഞാൻ ഒരുപാട് നാൾ കാത്തിരുന്നതാണ് ഇങ്ങനെ ഒരാൾക്ക് വേണ്ടിയിട്ട്. അന്നേരം എൻ്റെ കയ്യിൽ അത് എത്തി. അപ്പം ഞാൻ നേരെ ഇനിയിപ്പോൾ വീട്ടിലോട്ട് പോവാൻ കാണാനുള്ള ത്രില്ലിലാണ് ഞാൻ. എന്തായാലും നമുക്ക് വീട്ടിൽ ചെന്നിട്ട് ആളാരാണെന്ന് കാണാം. ഓക്കെ, വീട്ടിലെത്തി ഞാൻ എൻ്റെ കൊച്ചിനെ കാണട്ടെ. തുറക്കേ, ഞാൻ ആദ്യം ഡ്രസ്സ് ഒന്ന് താത്ത് വെക്കട്ടെ, എന്നിട്ട് എൻ്റെ ചെറുക്കനെ ഒന്ന് കാണട്ടെ. അച്ചോടാ, അയ്യോ മോനെ ചാർലി, ചാർലി കുഞ്ഞാ, അച്ചോടാ മുത്തേ. എൻ്റെ ആള് എൻ്റെ ചാർലി. എങ്ങനെയുണ്ട് എൻ്റെ ചെറുക്കൻ? അടിപൊളിയല്ലേ? ഷിറ്റ്സുവിൻ്റെ മെയിലാണ് ഞാൻ എടുത്തത്. കാരണം നമുക്കിവിടെ ഒത്തിരി ഒരു 3 ഫീമെയിൽസ് ഉണ്ട്. അതുകൊണ്ട് ഞാനൊരു മെയിലിനെ അങ്ങ് എടുത്തു, ചാർലി. പേരും കണ്ടു വെച്ചിട്ടാണ് എടുത്തത്. ഇല്ലൂടെ പൊന്നെ, അജോടാ. അതെ, ഇതാണ് ഞാൻ. വൈറ്റാണ് കളറ്. ഇവൻ്റെ ചെവിയിൽ മാത്രമേ ഉള്ളൂ ഒരു ചെറിയ ഷെയ്ഡ് വന്നേക്കുന്നത്. ബാക്കി നല്ല ഇതാണ് കളറ്, വൈറ്റാണ്. ഒരുപാട് നാൾ ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇടയ്ക്കൊക്കെ കിട്ടിയിരുന്നു, ബട്ട് എന്താ പറയുക, ഷെയ്ഡ് ഇച്ചിരി കൂടെ തോനെ ഉണ്ടായിരുന്നു, കളർ ഷെയ്ഡേ. അന്നേരം ആളിപ്പോൾ അങ്ങനെ ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷം അങ്ങനെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ചാർലി കിട്ടി. ക്യൂട്ടാണ്, നോക്ക്, നല്ല പഞ്ഞിക്കുട്ടി പോലെ ഇരിക്കുക. ഇല്ലയോടാ ചാർലി? അയ്യോടാ, വേണ്ടേ ഞങ്ങളുടെ പുതിയ ആള് ചാർലിയേ. ചാർലിയേ ആട്ടോടാ, ചേച്ചി ചാച്ചി ഞാൻ പിടിച്ചൊക്കെ ചെക്കട്ടെ, ചെക്കട്ടേടാ. ഞാൻ പറഞ്ഞായിരുന്നു സെർലാക്ക് കൊടുക്കണേന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ സെർലാക്ക് കുടിച്ചിട്ടിരിക്കുക. ഈ കിച്ചി കിച്ചി. എൻ്റെ പുതിയ ആളെ കണ്ടോ? ക്യൂട്ടല്ലേ? അയ്യോടാ എന്തുവാ, ഞാൻ നല്ല ത്രില്ലിലാട്ടോ. എനിക്ക് എന്തോ ചെയ്യട്ടെ, ഞാൻ പിടിച്ചങ്ങ് ഞെക്കട്ടെ. എന്തോന്നൊന്നും മനസ്സിലാവുന്നില്ലല്ലോ, എല്ലാം മനസ്സിലാവും. എത്ര പേരുണ്ടെന്നറിയോ എൻ്റെ കൊച്ചിന് ഇവിടെ കൂട്ടിന്? ഒരുപാട് പേരുണ്ട്. അജോടാ, ചാർലി, ചാർലി രസമല്ലേ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാ നമ്മുടെ പുതിയ ആളെ? ഒരുപാട് നാൾ ഞാനിങ്ങനെ ഇവന് വേണ്ടി നോക്കിയിട്ടുണ്ട്. കാരണം ഇടയ്ക്കൊക്കെ കിട്ടിയായിരുന്നു, പക്ഷെ നമ്മുടെ കളറ് നല്ല ഡാർക്ക്, ഷിറ്റ്സുവിൻ്റെ കളർ അറിയാമല്ലോ. എന്നിട്ട് ആ ഡാർക്ക് ഷെയ്ഡ് ഇറങ്ങും എവിടെയെങ്കിലും ഒക്കെ. പക്ഷെ ഇവന് അത്രയും ഡാർക്ക് വന്നില്ല. ചെവിയുടെ അവിടെയും കണ്ണിൻ്റെ അവിടെയൊക്കെ ചെറിയ ചെറിയ ഇതേ ഉള്ളൂ. പക്ഷെ വളർന്ന് സെറ്റായി കഴിയുമ്പോൾ രസമായിരിക്കും എന്നുള്ള പ്രതീക്ഷ. ഇവൻ്റെ ലൈനേജ് അടിപൊളിയാണ്, ഡൽഹിയാണ്. ഞാൻ ഹെയർ ക്വാളിറ്റിയൊക്കെ കണ്ടു, പക്ക എന്തോ പറയണ്ടേ, നമ്മൾ ഇതിനൊക്കെ ഇറക്കി പ്രൈസ് അടിക്കുന്ന ആ ഒരു രീതിയാണ്. പേരൻസ് നല്ലതാണ്, അടിപൊളിയാണ്. അങ്ങനെ ഇഷ്ടപ്പെട്ടു, എടുത്തു. ഒത്തിരി നാളത്തെ കാത്തിരിപ്പായി. ഈ കളറ് വേണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച് അവിടെ അമ്മയാണ്. പക്ഷെ അമ്മ എടുത്തില്ല. എന്തായാലും ഇവനെ ഞാനൊരു പോരാളിയാക്കി മാറ്റും. ചാർലി, പേരിട്ടത് ചാർലി എന്നാണ്. അയ്യോ, അപ്പോൾ ഇവിടെ ഇപ്പം 2 ആൺകുട്ടികൾ. ഒന്ന് നമ്മുടെ ടെസയുടെ കുഞ്ഞ് ടോമി, അവനും ചാർലി, 2 പേരേ ഉള്ളൂ ഇവിടെ ആൺകുട്ടികളായിട്ട്. അച്ചോടാ, നോക്ക്, കൈയുടെ അത്രയേ ഉള്ളൂ, കുഞ്ഞാണ്ടി. ഇല്ല ഉണ്ടോ, വയറൊക്കെ നിറഞ്ഞോ? ചേച്ചി തന്നോ കുറുക്കൊക്കെ കുടിച്ചോ മുത്തേ? ചാർലി, അച്ചോടാ. അയ്യോ ദേ ചേച്ചിയേ, നമുക്ക് അമ്മയെ വീഡിയോ കോൾ വിളിക്കാം. അമ്മയുടെ എന്താണ് അമ്മയുടെ ആ ഒരു രീതിയിൽ നിന്ന് നോക്കാം. ഓക്കെ ദേ ചേച്ചിയേ, ദേ
ദേ മോളെ ദേ മോളെ ദേ എന്റെ കുഞ്ഞ് അടിപൊളിയല്ലേ അമ്മ എന്തി അയ്യോ ഞാൻ നല്ല ത്രില്ല അതേ ഒരുപാട് ആഗ്രഹിച്ച് കിട്ടിയിടാതെ എന്റെ ചാർലി കുട്ടോ ആച്ചുടാ നമുക്കിനി അമ്മയെ വിളിക്കണം അമ്മയെ വിളിച്ചിട്ട് അമ്മയെ കാണിക്കണം നമുക്ക് വീഡിയോ കോള് പെങ്ങളുടെ ഫോണിൽ നിന്ന് നമുക്ക് വീഡിയോ കോളിൽ അമ്മയെ വിളിക്കാം അമ്മയെ വിളിച്ചിട്ട് അമ്മയുടെ എക്സ്പ്രഷൻസ് എന്താണെന്ന് നമുക്ക് വീഡിയോ കോളിൽ കാണാം ചിലപ്പോഴേ ക്ലിയർ ആവാൻ സാധ്യതയുള്ളൂ കാരണം അവിടെ റേഞ്ചിൻ്റെ വീഡിയോ കോൾ വിളിക്കുമ്പോൾ റേഞ്ചിൻ്റെ ഒരു പ്രശ്നമുണ്ട് ഞാൻ ഇതുവരെ അവിടെ വൈഫൈ വെച്ചിട്ടില്ല ഇനി വൈഫൈ വെക്കണം അതുകൊണ്ട് റേഞ്ചിൻ്റെ ഒരു പ്രശ്നം കാണും എന്തായാലും കുഴപ്പമില്ല നമുക്ക് അമ്മയുടെ എക്സ്പ്രഷൻ കിട്ടുന്ന പോലെയൊക്കെ നമുക്ക് എടുക്കാം അതിനേക്കാൾ ത്രില്ലില്ല കേട്ടോ ഞാൻ പിടിച്ചൊക്കെ ഞെക്കോ തോന്നും എനിക്കങ്ങ് ഒറ്റ പൊന്നെ നോക്ക് എൻ്റെ ചാർലിക്കുട്ടൻ്റെ ഡുണ്ടുരു ഭാവേ ചുക്കര് ഭാവേ പോയി ഇവനെ ഞാൻ നല്ല സെറ്റാക്കി ഒരു സ്റ്റഡ്മെയിലാക്കണം എന്നുള്ള പ്ലാനിങ് ഉണ്ട് ഇവിടുത്തെ കൊച്ചുങ്ങളാണ് മെയിൻ ആൾക്കാർ നമുക്കിവിടെ 3 ഷിറ്റ്സുവിൻ്റെ ഫീമെയിൽ ഇപ്പം നിലവിലുണ്ട് കാത്തു ജാനു ലൂണ എല്ലാം ബ്രീഡിങ് പർപ്പസിന് ബ്രീഡിങ് ചെയ്യാൻ പ്രായമായ കുഞ്ഞുങ്ങളാണ് എന്നിട്ട് ഇയാൾ വളർന്നു വരുമ്പോഴത്തേക്ക് ഒരു സമയമാവും എന്നാലും ആൾ വളർന്നു വരുമ്പോൾ സെറ്റായിരിക്കും വാ ഓടിയോ 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 അത് എങ്ങനെ എൻ്റെ ചെറുക്കായി ചെറുക്കനെ എങ്ങനെ ഉണ്ട് ഞാൻ വന്നപ്പോ ഫുഡ് കൊടുത്ത് ഞാൻ എന്ത് ചെയ്ത് അടുക്കളയിലോട്ട് പോയി അപ്പൊ ഇവനിവിടെ നിൽക്കുവാ അപ്പൊ അവന് കരഞ്ഞിട്ട് ഞാൻ അടുക്കള പോയി കഞ്ഞി നോക്കാൻ പോയി തിരിച്ചു വന്നപ്പോഴത്തെ എനിക്ക് പണയം കിടക്കും ഒരു കാരണവശാലും ഞാൻ വിളിച്ചാൽ വരത്തില്ല ഇപ്പഴേ കുരുത്തക്കേടാ ഫോൺ എടുത്തോട്ടോ പൊന്നെ ചേട്ടൻ്റെ കൂടെ കിടക്കണേ നമുക്ക് ഇന്ന് കൂട് മേടിക്കാൻ നോക്കാം കേട്ടോ കൂട് മേടിച്ച് നമുക്ക് റോൽക്കാനൊക്കെ മേടിച്ച് അടിപൊളിയാവണ്ടേ മൊത്തവും പെരയ്ക്കാൻ മൊത്തവും പെത്തോടാ നീ ഇന്നാലും ചാരുമില്ല ഞാൻ വൃത്തിയായിക്കോളാം എൻ്റെ പൊന്നിനെ എനിക്ക് കിട്ടിയല്ലോ ഇന്നലെ കിട്ടണ്ടായിരുന്നു പക്ഷേ ഇന്നലെ പല പ്രശ്നങ്ങൾ കാരണം കിട്ടിയില്ല എന്തായാലും ആശാൻ ഇന്ന് എൻ്റെ കയ്യിൽ കിട്ടി മിണ്ടല്ലേ ഞാൻ കൊടുത്ത അങ്ങ് കൊടുത്തില്ലെന്നാ പറഞ്ഞേക്കുന്നത് ഇതിൽ കാണണം അമ്മേ അമ്മമ്മയുടെ കൊടുത്ത ഫോണ് റേഞ്ച് ഉള്ളിടത്ത് വെക്കാൻ പറയണേ കാണിക്കണ്ട ആദ്യം നമുക്ക് കാണിക്കണ്ട മാറ്റി വെക്കാം ഇതിൽ കാണണം അമ്മേ കാണാവോ കാണാവോ ആ അമ്മ അമ്മ ഞങ്ങളെ ഞാൻ ഒരു സാധനത്തിന് മേടിച്ച് ഇതാണ്ടേ അതെ ഷിറ്റ്സുവിന്റെ വൈറ്റ് ഷിറ്റ്സുവിന്റെ വൈറ്റ് ആ ചെറിയൊരു കളർ ഫേഡ് മാത്രമുണ്ട് ചെവിയുടെ അവിടെ ബാക്കിയെല്ലാം വൈറ്റാ എന്റെ കൊച്ചുകൾ എല്ലാരും ത്രില്ലിലായി ഗൈസ് ആണ്ടേ ഷിറ്റ്സുവിന്റെ വൈറ്റ് ഷിറ്റ്സുവിന്റെ വൈറ്റ് ആണ്ടേ മോൻ മോൻ ദേവിയുടെ കൊടുത്തു വിടുന്നില്ല ദേവന്റെ ഇരുന്നോളൂ കണ്ടോ കണ്ടോ ഞാൻ പറഞ്ഞില്ലേ ഇതിനായിരിക്കും ഇവിടെ അടി കിടക്കുന്നത് എന്തുവാടാ മോനെ അപ്പം വഴക്കുണ്ടാക്കും കേട്ടോ ഉമ്മയോ ഉമ്മ 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 കണ്ടപ്പാ ചാർലി അതൊക്കെ പള്ളി ചെന്ന് പറഞ്ഞാ മതി മോളെ ചാർലി നമ്മുടെ അഖില് വന്ന് അതൊക്കെ ആയി അപ്പൊ തിന്നാ പോരെ കുഴി എണ്ണണോ ഇത് കാത്തുമോളുടെ ടൈപ്പാ നല്ല ഹെയർ ക്വാളിറ്റി നല്ല ഇതുള്ള നല്ല ലൈലേജിലുള്ള പട്ടിയാ കോമ്പറ്റീഷനൊക്കെ ഇറങ്ങുന്ന ഇതിന്റെ പേരൻസിനെ അമ്മക്ക് ഇഷ്ടപ്പെട്ടോ അമ്മ എനിക്ക് ഇഷ്ടപ്പെട്ടടാ മോനെ അതിനെ കൊണ്ടു തന്നാ ഇതിലെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കണ്ട ഞാൻ തരത്തില്ല
ദേവിയുടെ ഇതിന് കൊടുത്തു വിട്ടേരെ. എന്തോ 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 ഞങ്ങള് തരത്തില്ല. ഞാനും ഞങ്ങളെ പിള്ളേരും എല്ലാരും ഞങ്ങൾ ഇവിടെ സെറ്റാ. നീ കൊടുത്തു വിട്ടാ ഞാൻ നോക്കിക്കോളാം. വേണ്ടപ്പ ഞാൻ നോക്കിക്കോളാം. എനിക്ക് എത്ര എണ്ണത്തിന് നോക്കാമെങ്കിൽ ഇതിനെ കൂടെ നോക്കി. ഞാൻ പറയുന്നത് കേക്ക്. കണ്ടോ കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ഇതിനായിരിക്കും ഇവിടെ അടി കിടക്കുന്നത്. നടക്കൂല മോളെ, ഞാൻ തരൂല മോളെ. അമ്മ വരുമ്പോ വന്ന് എടുത്തോണ്ടോ അമ്മ. കണ്ടോ കണ്ടോ, ഇവിടെ ഇവിടെ ഇനി ഇതിനായിരിക്കും അടി കിടക്കാൻ പോകുന്നത് എന്റെ ചെറുക്കന് വേണ്ടി. ഞാനേ ഇവനെ ഒന്ന് പുന്നാരിക്കട്ടമ്മ. എന്നാ പിടി. തരത്തില്ല. തരത്തില്ല, ഇവനെ ഞാൻ തരത്തില്ല. കണ്ടോ ഭീഷണി, കണ്ടോ ഭീഷണിയാ. എടുത്തോണ്ട് വന്ന അണ്ട് പൊണ്ണ് കൈ വെച്ചിട്ട് അത് ചാർലിയേ ചാർലിയേ പൊന്നേ മുത്തേ ടക്കരേ എന്റെ പൊന്നേ ഉവാവോ 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 ചാർലി. ഇത് കണ്ടോ അവ കിടക്കുന്ന കണ്ടോ എന്റെ പൊന്നേ. എന്റെ കൊച്ചിരിക്കുന്ന കണ്ടോ. അത് അപ്പൊ ഇതാണ് സംഭവം. എപ്പോഴാ ഇന്നലെ കൈ കിട്ടണ്ടായിരുന്നു അമ്മ. പക്ഷെ ഇന്നലെ അവന് കൊണ്ടുവരാൻ അവന്റെ കയ്യിൽ സാധനം കിട്ടിയില്ലായിരുന്നു. അങ്ങനെ ഇച്ചിരി ലേറ്റ് ആയതാ. ഇന്ന് കിട്ടി. ഇന്ന് ഉച്ചയ്ക്കായപ്പോ കിട്ടിയില്ലേ നിന്റെ കയ്യില്? ഉച്ചയായപ്പോ ഇവിടെ കിട്ടി, ഞാൻ ഇല്ലായിരുന്നല്ലോ. അമ്മേനെ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞില്ലേ അമ്മ ഞാൻ ഇപ്പൊ വിളിക്കാം, തിരിച്ചു വിളിക്കാം, അമ്മ വെക്കാൻ പറഞ്ഞില്ലേ. അതപ്പോഴായിരുന്നു. ഇല്ലമ്മ, തനി വെള്ള അങ്ങനെ ഇറങ്ങത്തില്ല ഷിറ്റ്സൂല്, ഭയങ്കര റയറാ. പക്ഷെ ഇത് അടിപൊളിയാ. ചുണ്ടരിയാടേ എടുക്കാനാ വന്ന് കൊണ്ടുവന്ന് താഴോട്ട് വെച്ചിട്ട് ബോൾ നമ്മൾ ഉരുട്ടി വിടുന്ന എങ്ങനെയാണ് അതുപോലെ ഓടിയത്. അമ്മയെ കാണിയിരുന്നു വന്ന് അല്ല മോളുടെ കാത്തുമോളുടെ ചുണ്ടരൻ ചുണ്ടരോ ആവോ ഉണ്ണി വാവാ. അതുപോലെ ബാഗിനകത്ത് ഇട്ടോണ്ട് വരാനോ. ഇത് കണ്ടോ ഇവിടെ ഇവിടെ വിഷയം ഇവിടെ നടക്കത്തില്ല. ഞാൻ ഇവരെ ഇപ്പോഴൊന്നും തരത്തില്ല ആർക്കും. എന്നെ കൊണ്ടുവന്ന് അമ്മയ്ക്കറിയാമല്ലോ. അമ്മ ഒരു കാര്യം ചെയ്യണം, അമ്മ വന്നിട്ട് എടുത്തോണ്ട് ഞാൻ കൊടുക്കത്തില്ല. എനിക്ക് കൂട്ടിന് വേണ്ടിട്ടാ ഞാൻ ഇവന് ആറ്റുനോട്ട് മേടിച്ചല്ലോടെ ചാർലി. എന്താ അമ്മ അപ്പൊ അമ്മ ഇങ്ങ് വരുമ്പോ സുമ്യാന്റെ അമ്മയും കൂടെ ബാഗിലിട്ട് അങ്ങോട്ട് നടക്കത്തില്ല, ഞാൻ കൊടുക്കത്തില്ല. ഇത് ഇവിടെ അടി നടക്കും. നോക്കിക്കോളെ എന്റെ ചെറുക്കനെ ഞാൻ ആറ്റ് തോറ്റ് മേടിച്ചതാ. മാമൻ നോക്കിക്കോളാം. മാമൻ എപ്പോഴും നോക്കുന്നുണ്ട്. ഇവിടുത്തെ കൊച്ചുങ്ങളെ എല്ലാരെയും മാമനാ നോക്കുന്നത്. അന്നേരം ഞാൻ എന്റെ കൂടെ ഇവനെ എന്റെ കൂടെ എത്തിയാൽ മതി. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ ആള്. ഇവന് വേണ്ടിയാണ് ഇത്രയും നാൾ വെയിറ്റ് ചെയ്തത്. ഒടുവിൽ കിട്ടി. ഇനിയും ഒരുപാട് വ്യത്യാസങ്ങളുള്ള കളർ ചേഞ്ചുള്ള ഒരുപാട് ഷിറ്റ്സുവിനെ മേടിക്കണമെന്നുണ്ട്. ഇനിയും വരും പല പല വെറൈറ്റി ഡോഗ്സ് ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഡോഗ്സ് മാത്രമല്ല പല വെറൈറ്റി പെറ്റ്സിനെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. എല്ലാം വരും പതിയെ കൊണ്ട്. എല്ലാത്തിനും എല്ലാവരുടെയും സപ്പോർട്ട് വേണം. അപ്പോൾ ഇവനാണ് ഞാൻ പറഞ്ഞ ആള്, എൻ്റെ ചാർലിക്കുട്ടൻ. ഇവനെ കൊണ്ടുപോകാൻ വേണ്ടി അമ്മ കിടന്ന് പറയണേ. ഇനി അമ്മ ഞാനുമായിട്ട് അതിനായിരിക്കും അടി ഉണ്ടാവുന്ന മൊത്തം എനിക്കറിയത്തില്ല. എനിക്കിവനെ കൊടുത്തുവിടാൻ ഒരു മനസ്സും ഇല്ല. എന്തായാലും ഇവൻ എന്തായിരിക്കും ഇനി ചിന്തിക്കുക. കാരണം വെച്ച് വളർന്നു കഴിയുമ്പം നമുക്ക് അങ്ങോട്ട് ചെല്ലും. ഇതുവരെ നമ്മുടെ ഷിറ്റ്സുവിനെ ഒന്നിനെയും കണ്ടിട്ടില്ലല്ലോ, ഒന്നിനെയും കാണിച്ചില്ല. നമ്മുടെ ടെസയുടെ മക്കളെ പോലും ഇതുവരെ കാണിച്ചിട്ടില്ല. ടെസമോളെ ഇപ്പോഴേ കാണിക്കാൻ പറ്റില്ല, കാരണം അവൾ ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്നതുകൊണ്ട് കുഞ്ഞിനെ കടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിച്ചാൽ എന്തായാലും എൻ്റെ അടുത്തൊന്നും ഒന്നും ഉണ്ടാവില്ല. എന്നാലും കുഞ്ഞുങ്ങളെ അടുത്ത് കൊണ്ടുപോകണം, എല്ലാവരെയും കാണിക്കണം. ഇപ്പം എനിക്ക് ഒന്നിനും ടൈമില്ല, കാരണം എനിക്കിപ്പോൾ അടുത്ത ക്ലാസ്സിന് പോകണം. എനിക്കിനി വിളക്കുടി ക്ലാസ് ഉണ്ട്, അതിന് പോകണം. പോയിട്ട് വന്നിട്ട് എൻ്റെ കുഞ്ഞുങ്ങളുടെ എല്ലാവരുടെയും കാര്യം നോക്കണം. എന്തായാലും ഞാൻ നല്ല ത്രില്ലില്ല, ഒരുപാട് ഹാപ്പിയാണ്. എന്താ പറയുക, എനിക്ക് സത്യം പറഞ്ഞാൽ പറയാൻ എന്തോ പറയേണ്ടതെന്ന് പോലും അറിയത്തില്ല. ഇനിയും ഒരുപാട് പേരെ എനിക്ക് ഇതേ കണക്ക് ആഗ്രഹിച്ച് സ്വന്തമാക്കണം. എൻ്റെ കുഞ്ഞ് ഇപ്പം എൻ്റെ കൂടെ ഉണ്ട്. അമ്മ വന്നിട്ട് കൊണ്ടുപോകുന്നൊക്കെ പറയുന്നത്. ഞാൻ കൊടുത്തു വിടാൻ എനിക്കൊരു മനസ്സുമില്ല, ഞാൻ കൊടുത്തു വിടത്തില്ല. നോക്കിക്കോ, ഇവ എൻ്റെ കൂടെ വേണമെന്നാണ് ഞാൻ ആഗ്രഹിക്കണേ. പിന്നെന്താ, അത് ഇത്രയൊക്കെ ഉള്ളൂ. എനിക്ക് സമയമില്ല. ഇനിയിപ്പോൾ ക്ലാസ്സിന് പോകണം. എനിക്ക് വിളക്കുടിയിൽ
ഈ ആഴ്ചയും കൂടാണ് 5:30 തൊട്ട് ക്ലാസ് തുടങ്ങുന്നത്. അടുത്ത ആഴ്ച തൊട്ട് 6 തൊട്ടാണ്. അപ്പം ഇന്ന് ഇപ്പോൾ പോകണം. ഇനി വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തിട്ടിട്ട് വേണം പോവാൻ. അപ്പം എല്ലാവരും കൂടെ നിൽക്കുക. ഇതേപോലെയൊക്കെ തന്നെ ഇനിയും ഒരുപാട് വീഡിയോസ് ഇതേപോലെ വരും. ഇതേ കണക്ക് നമ്മുടെ പെറ്റ്സിന് വേണ്ടിയിട്ട് നമ്മുടെ അല്ലാതെ എല്ലാ വീഡിയോസും വരും. എല്ലാവരും കൂടെ നിൽക്കുക. ഇവൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അടുത്തടുത്ത വീഡിയോയിൽ കാണിക്കാം. അപ്പം എൻ്റെ ചെറുക്കനെ എല്ലാവർക്കും ഇഷ്ടമായതൊക്കെ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ പറ മോനെ. ബൈ. ഓക്കെ.